நல்லா இருந்துச்சு. இல்லை நீங்கள் படம் பார்க்கலன்னா படம் பாருங்கள், சூப்பராக இருக்குது. இப்போது டிஸ்ட்ரிக்டில் ஆஃபர் வர போயிட்டுருக்கு, பை ஒன் கெட் ஒன் ஃப்ரீ. எல்லாச்சும் வந்து படம் பார்த்துட்டு போங்க. படம் நல்லா இருக்குது, பார்க்க வேண்டிய படம். தமிழ் கல்ச்சராக நல்லா இருக்குது. லைக் ஒரு இட்லி கடை தான் படத்தோட ஹீரோ. இப்போ பட டைட்டில் தகுந்த மாதிரி சூப்பராக இருக்குது. படம் பாருங்கள், സൂപ്പറാக இருக்கும். ഡയറക്ഷനും പുള്ളിയാണ്. എല്ലാം കൊണ്ട് പടം നല്ലൊരു സൂപ്പർ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു രണ്ട് തരത്തിലുള്ള സ്റ്റോറിയാണ്. സ്റ്റോറിയൊന്നും നമ്മൾ പറയണ്ട, രസമുണ്ട്. എല്ലാം കൊണ്ട് അടിപൊളിയുണ്ട്. നല്ല മൂവി, നല്ല മൂവിയാണ്. ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. നിത്യമേനോനും ധനുഷിനുള്ള കോമ്പിനേഷനാണ്. നമ്മുടെ ജീവിതമായിട്ട് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു ഇമോഷണൽ ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. നിത്യമേനോനായാലും ധനുഷായാലും എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഗുഡ് ഓൺ വാച്ചബിൾ. ക്ലൈമാക്സ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കൊള്ളാം. ഇന്നലെ ധനുഷൊക്കെ അടിപൊളിയാണ്. കഥ വയസ്സ് നോക്കുവാണെങ്കിലും കൊള്ളാം. ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. കൊള്ളാം. സിനിമ പറഞ്ഞാൽ അങ്ങനെ വേണം. പിന്നെ വെച്ചിട്ടാണ് കുറേ സീൻ എടുത്തത്. അപ്പം അവരെ ആ ലൈഫും പിന്നെ അവൻ്റെ അതിനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അത് നന്നായിട്ടുണ്ട് ഫിലിം. പറയുന്നുണ്ട്. ആ കരഞ്ഞത് എപ്പോഴറിയോ, ആ പാർത്ഥിബൻ ഇങ്ങനെ പറയില്ലേ, സ്കൂളിൽ പോകുമ്പോൾ അച്ഛനപ്പം ആ ഒരു അത് ഒരു മനുഷ്യത്തുണ്ടല്ലോ അതിലാണ്. ധനുഷ് ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല പാട്ടുകൾ ഇഷ്ടമാണ്. നല്ല പാട്ടുകൾ സൂപ്പറാണ്. ഫൈറ്റിംഗ് ഇഷ്ടമായി. ഡയറക്ഷൻ സ്റ്റണ്ടും നന്നായിരിക്കും. എല്ലാം നല്ല ഓവറോൾ നല്ല പടം. ധനുഷ് നന്നായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഗുഡ്. പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നമുക്ക് ഒരു എൻ്റർടൈനിങ് ആയിട്ട് 3 മണിക്കൂർ കാണാൻ പറ്റുന്ന പടം നന്നായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ തിരുച്ചിത്രമ്പലത്തിൽ അതേ ഒരു ഫീല് കിട്ടും നമുക്ക്. ഫാമിലി മൂവി തന്നെയാണ് തീർച്ചയായിട്ടും. പടം നൈസാണ്. മീൻസ് ഭയങ്കര ഫീൽ ഗുഡ് ആ ഒരു സോണിലുള്ളൊരു പടം. ഭയങ്കര സൈഡ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സൈഡ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ആൾക്ക് കുറച്ചുകൂടെ ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരു പരിപാടി. അടിപൊളിയായിട്ട്. പുള്ളി എപ്പോഴും അടിപൊളിയല്ലേ. പുള്ളി അല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഭയങ്കര ചെയ്തേക്കണ നല്ല പടം, വേറെ സോണിലുള്ള പടം. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര വെറൈറ്റിനെസ് ഇതിനകത്തുണ്ട്. ശരി, അപ്പോൾ അത് ഇതിലും അടിപൊളിയാണ്. തിരുച്ചിട്ടമ്പലത്തിലും അടിപൊളിയായിരുന്നു. ഇതിലും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് രണ്ടുപേരും. കൊള്ളാം. നല്ലൊരു മൂവി. ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് അത് നന്നായിട്ട് ധനുഷ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഡയറക്ഷനാണ്. അടിപൊളിയായിട്ട് ധനുഷ് അത് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതിരിക്കുക. ഒരു ഫീൽ ഗുഡ് മൈൻഡ് സെറ്റ് വരിക. അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ആ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. കൊള്ളാം. നിത്യമേനോൻ ധനുഷ് കോംബോ അത് നമ്മൾ തിരുച്ചിത്രമ്പലത്തിലും കണ്ടതാണല്ലോ. അതുപോലെ തന്നെ ഇതിലൊരു വെറൈറ്റി. കൊള്ളാം. നല്ലൊരു നൊസ്റ്റാൾജിയ ഒരു ഫീലൊക്കെ അടിക്കുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ എൽഡർ ഏജിലായിരിക്കും കുറച്ചുകൂടെ കണക്റ്റ് ആവുക. എന്തായാലും തമിഴ് ഓഡിയൻസിന് പക്ക വിജയിക്കും. അത് കൊള്ളാം. നല്ല മൂവിയാണ്. അടിപൊളി മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു അത്? സാറ്റിസ്ഫാക്ഷനായി. നല്ല പടമാണ്. ചെറിയൊരു പടമാണ് എങ്കിലും നല്ല മേക്കിംഗ് ആണെങ്കിലും ധനുഷിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ആക്ടിങ്, എസ്പെഷ്യലി ആക്ടിങ് അടിപൊളിയാണ്. സൂപ്പർ. പിന്നെ ഉറപ്പായിട്ടും ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി പടം. പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായും ഫാമിലി ഓഡിയൻസിന് മസ്റ്റ് വാച്ച് പടമാണ്. സൂപ്പർ പടം. പിന്നെ തീർച്ചയായിട്ടും അധികം കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിലും അവരുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു.